ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പുതിയൊരു സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. ഫ്യൂച്ചർ ടെക്നോളജി എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഫ്യൂച്ചർ ടെക്നോളജിയിൽ പുതിയതായിട്ട് ബിസിനസ് രംഗത്തുണ്ടാകുന്ന ടെക്നോളജികൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ വൗ ഫാക്ടേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഹെൽത്ത് കെയർ ടെക്നോളജിയുള്ള 4 പുതിയ കണ്ടുപിടുത്തങ്ങളും വൗ ഫാക്ടേഴ്സുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. റെഡിയല്ലേ? ഏറ്റവും ആദ്യത്തെ സംഭവം പാരാലിസിസ് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും പാരാപ്ലേജിയ പോലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളുണ്ട്. പലപ്പോഴും കൈയും കാലും ഒക്കെ തളർന്നു പോകുന്നവർ. പലപ്പോഴും അവർക്ക് ജീവിതം തന്നെ വഴിമുട്ടിപ്പോവുകയാണ് പതിവ്. ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് തന്നെ. ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ തന്നെ വലിയ സന്നാഹങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പെയിൻ പോയിന്റ് തന്നെയാണ്. ഈ പെയിൻ പോയിന്റിനെ അഡ്രസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഫ്യൂച്ചർ ടെക്നോളജി. ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള നോർത്ത്വെൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഒരു ബയോ ഇലക്ട്രിക് ഡിവൈസ് ഇതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ശരീരത്തിലൂടെ പോകുന്ന ഇലക്ട്രിക് സിഗ്നലുകളെ ഹാർനസ് ചെയ്യുകയും പതിയെ നമ്മൾക്ക് ആ ടച്ച് ഫീൽ ചെയ്യാനും ഇമോഷൻസിനെയൊക്കെ സെൻസ് ചെയ്യാനും പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ ബോഡിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഇതിലൂടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പാരാലിസിസ് പേഷ്യൻസിന് അവരുടെ മൂവ്മെൻറ്റ്സിനെ റീഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ അത്യാവശ്യം ടെസ്റ്റിംഗ് ഫേസിലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ രോഗികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ പതിയെ പോപ്പുലറായി വരുന്ന ഈ ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കുമൊക്കെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പാരാലിസിസ് വലിയൊരു പ്രശ്നമായി മാറുകയില്ല. ഇലക്ട്രിക് സിഗ്നൽസിനെ ബയോ ഇലക്ട്രിക് ഡിവൈസുകൾ വെച്ച് അഡ്രസ് ചെയ്തുകൊണ്ട് പാരാലിസിസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ചില സ്മാർട്ട് ഗ്ലാസുകളെ കുറിച്ചാണ്. പെർട്ടിക്കുലർലി സെൻസ് എന്ന പേരിൽ ബ്രാൻഡ് നെയിമിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സ്മാർട്ട് ഗ്ലാസ്. ഈ സ്മാർട്ട് ഗ്ലാസ് ആക്ച്വലി ഡയറ്റ് മോണിറ്ററിങ്ങിന് വേണ്ടിയും ഇമോഷൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ഇമോഷൻസിനെ സെൻസ് ചെയ്യുകയും ഇമോഷൻസിന് അനുസരിച്ചു കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സജഷൻസ് നമുക്ക് തരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ച്യൂയിങ് ഹാബിറ്റ്സ്, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്നിവ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും നമ്മളുടെ ഡയറ്റ് കൃത്യമായി പോകുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. പലപ്പോഴും ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എങ്കിലും സെൻസ് എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഗ്ലാസുകൾ ഒരുപക്ഷെ നമ്മളുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് CT സ്കാനുകൾ. CT സ്കാനുകളുടെ ഒരു വലിയ പ്രശ്നം നമുക്ക് അറിയാം, റേഡിയേഷൻ തന്നെയാണ്. ഈ റേഡിയേഷൻ നമുക്ക് പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ സൈഡ് ഇഫക്റ്റുകൾ വളരെയധികം കുറയ്ക്കുന്ന തരത്തിൽ, ഒരുപക്ഷെ ഈ റേഡിയേഷൻ്റെ എഫക്റ്റുകളെ 4-1 തരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു CT സ്കാനർ സിസ്റ്റം ഓസ്ട്രേലിയയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സീമെൻസ് ആണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. നൈറ്റോം CT സ്കാൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന് ഇതിൻ്റെ ആക്യുറസി ഒരുപാട് ഇരട്ടിയാക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി CT സ്കാനിൻ്റെ റിസൾട്ടുകൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആവുകയും ഒപ്പം തന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ കുറയാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഉടനെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവൈലബിൾ ആവും എന്നും അവരറിയിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ CT സ്കാനിങ് രംഗത്തും റേഡിയോളജി രംഗത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ പുറത്ത് നിന്ന് തന്നെ നമ്മളുടെ ബ്ലഡിൻ്റെ യൂസ് ഇല്ലാതെ തന്നെ, ബ്ലഡ് എടുക്കാതെ തന്നെ ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിപ്പിക്കുന്ന സംവിധാനങ്ങളില്ലാതെ തന്നെ നമ്മുടെ ECG മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ, ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള സ്മാർട്ട് ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിൽ ഈവൻ ഇന്ത്യയിൽ പോലും അവൈലബിൾ ആയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഒപ്പം തന്നെ സ്മാർട്ട് റിങ്ങുകൾ, ഈ റിങ്ങുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സ്റ്റാറ്റ്സും കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യുകയും ഒരു ആപ്പ് ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയും ഇന്ന് സംജാതമായിട്ടുണ്ട്. അപ്പോൾ പല മാറ്റങ്ങളും ഓൾറെഡി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പല മാറ്റങ്ങളും നമ്മളിലേക്ക് എത്താൻ തയ്യാറായി റെഡി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ വേൾഡിൽ നിന്ന് തന്നെ പിന്നിലേക്കായി പോകും. അതുകൊണ്ട് ഏതൊരു ഫ്യൂച്ചറായിട്ടുള്ള ടെക്നോളജിയെക്കുറിച്ചും മുന്നേക്കൂട്ടി അറിഞ്ഞിരിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ശക്തമായി ഫോളോ ചെയ്യുക. ഇന്ന് ഹെൽത്ത് ടെക്നോളജിയെ കുറിച്ചായിരുന്നു, പക്ഷേ ഇനിയുള്ള സെഗ്മെൻറ്റുകളിൽ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ചും അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്യൂച്ചർ ടെക്നോളജികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. കാത്തിരുന്ന് കാണും. ഓൾ ദി ബെസ്റ്റ്.